പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഇത്. ബീറ്റ വെർഷനാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബീറ്റ വെർഷൻ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബീറ്റ വെർഷനിലേക്ക് കയറുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ അപ്ഡേറ്റ് കിട്ടുന്നതാണ്, കാത്തിരിക്കുക. എന്തായാലും നിങ്ങളുടെ വാട്സപ്പ് ബീറ്റ വെർഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഈ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തായാലും അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ വാട്സപ്പിലെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിനായി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ഒരു ചാറ്റ് അതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് സാധാരണ കാണാറുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ഇമോജിയുടെ ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇമോജി പലതും നമുക്ക് അയച്ചു കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇതിൽ സ്റ്റിക്കർ നമ്മൾ തിരഞ്ഞെടുക്കുക. സ്റ്റിക്കർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പുതിയ അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാലറി ഓപ്പൺ ആവും കേട്ടോ. ഗാലറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്നൊരു പിക്ചർ നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ ഞാനിതാ ഒരു പിക്ചർ എടുക്കുകയാണ്. നമുക്കറിയാം, മറ്റുള്ള ആപ്പുകളുടെ ഒന്നും സഹായമില്ലാതെ നമുക്കിത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതും ഒരു സ്റ്റിക്കർ രൂപത്തിലായതും നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതിൽ നമുക്ക് പല പല ഓപ്ഷനും ഉണ്ട്. ഈ പെൻസിൽ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പലതും ഇവിടെ വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ സാധിക്കും. അതുപോയിട്ട് മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിത് മലയാളത്തിലായിരുന്നാലും ഇംഗ്ലീഷിലായിരുന്നാലും ഉള്ള ടെക്സ്റ്റ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഞാനിവിടെ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫോണ്ടുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ട്. ഏത് ഫോണ്ടിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോണ്ട് കൊടുത്തു. അത് പോയിട്ട് ശേഷം നമുക്ക് കളറുകൾ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ഇതുപോലെ മാറ്റാം. നമുക്ക് ടെക്സ്റ്റിന്റെ കളർ മാറ്റാം. എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഈ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ സുഖമായിട്ട് നമുക്ക് സ്റ്റിക്കർ പോലെ സെൻഡ് ചെയ്ത് ടെക്സ്റ്റ് ഉൾപ്പെടെ നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഇത് ഫോണ്ട് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് വലുതാക്കാം. വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.